വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ഫ്ലൈയിങ് ടുഗെദർ എന്ന ഇംഗ്ലീഷ് പാഠമാണ്. ഇതൊരു കഥയാണ്. ഈ കഥ പഞ്ചതന്ത്ര കഥകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ ലെസണിലേക്കൊന്ന് പോകാം. ഫ്ലൈയിങ് ടുഗെദർ. വാട്ട് ആർ സം ഓഫ് ദ തിങ്സ് യുവർ പേരൻറ്റ്സ് ആൻഡ് യുവർ ടീച്ചേഴ്സ് ടെൽ യു ടു ഡു ഓൺ ടൈം? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളോട് പറയുന്നത് സമയത്ത് തന്നെ ചെയ്യണമെന്ന്? ഗെറ്റപ്പ് ഇൻ ദ മോർണിംഗ്, രാവിലെ എഴുന്നേൽക്കുക. ഡു ദ ഹോംവർക്കൊക്കെ ചെയ്യുക. പാക്ക് യുവർ സ്കൂൾ ബാഗ്, നിങ്ങളുടെ സ്കൂൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുക. വാട്ട് ഹാപ്പൻഡ് വെൻ യു ഡിഡിൻറ്റ് ഡു, നിങ്ങളത് ചെയ്തില്ലെന്ന് സംഭവിക്കും? ആസ് ദേ ആസ് യു ടു ഡു, നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഈ കഥയിലൂടെ നമ്മൾക്ക് കാട്ടിത്തരുന്നത്. നമുക്ക് ഈ കഥയിലേക്കൊന്ന് പോകാം. ഡീപ്പ് ഇൻ എ ഫോറസ്റ്റ്, അങ്ങ് ഉൾക്കാട്ടിൽ. ഡീപ്പ് ഇൻ എ ഫോറസ്റ്റ് മീൻസ് വനത്തിൻ്റെ ഉള്ളിൽ. സ്റ്റുഡ് എ വെരി ടോൾ ട്രീ, അവിടെ ഒരു വലിയ മരം നിന്നിരുന്നു, വലിയ പൊക്കമുള്ള മരം. ഇറ്റ്സ് ലീഫി ബ്രാഞ്ചസ് സ്പ്രെഡ് ഔട്ട് ലൈക്ക് എ സ്ട്രോങ് ആംസ്, അതിൻ്റെ ഇലകൾ നിറഞ്ഞ വലിയ ശിഖരങ്ങൾ അതിങ്ങനെ എല്ലായിടത്തും വ്യാപിച്ച് നിന്നിരുന്നു. ലൈക്ക് എ സ്ട്രോങ് ആംസ്, ശക്തമായ കൈകൾ പോലെ. അപ്പോൾ ആ മരത്തിൻ്റെ ശിഖരങ്ങൾ കൈകൾ പോലെ വ്യാപിച്ച് നിന്നിരുന്നു. അതിൽ നിറയെ ഇലകളും ഉണ്ടായിരുന്നു. സ്പ്രെഡ് ഔട്ട് ചെയ്തിരുന്നു. സ്പ്രെഡ് ഔട്ട് മീൻസ് എക്സ്റ്റെൻഡഡ് എന്നാണ്. This tree was the home of a flock of wild geese. ഈ മരം, it was the home of a flock of wild geese. ഒരു കൂട്ടം, എ ഫ്ലോക്ക് ഓഫ്, അല്ലെ ഒരു ഗ്രൂപ്പ് വാത്തകളുടെ വീടായിരുന്നു ഈ മരം. This tree was the home of a flock of wild geese. അല്ലെങ്കിൽ അരയന്നങ്ങളുടെ വീടായിരുന്നു ഈ വലിയ മരം. They felt safe there. അവർ അവിടെ സുരക്ഷിതരായിരുന്നു. അവർക്കവിടെ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. One of the geese was a wise old bird. One of the geese, അതിലൊരു അരയന്നം, was a wise old bird, ബുദ്ധിയുള്ള പ്രായം ചെന്ന ഒരു അരയന്നമായിരുന്നു, ഏറ്റവും ബുദ്ധിയുണ്ടായിരുന്നു. He noticed a small creeper at the foot of the tree. മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ വള്ളിച്ചെടി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വള്ളിച്ചെടിയാണ് ക്രീപ്പർ. ഹി സ്പോക്ക് ടു ദ അതർ ബേർഡ്സ് അബൌട്ട് ഇറ്റ്. മറ്റ് ബേർഡ്സിനോട് അവൻ അതിനെപ്പറ്റി പറഞ്ഞു. ഹി സ്പോക്ക് ടു ദ അതർ ബേർഡ്സ്, മറ്റ് ബേർഡ്സിനോട് ഈ ചെറിയ ക്രീപ്പറിനെ പറ്റി പറഞ്ഞു. ഡു യു സീ ദാറ്റ് ക്രീപ്പർ? എന്താ പറഞ്ഞെന്നറിയാമോ? ഡു യു സീ ദാറ്റ് ക്രീപ്പർ? നീ ആ ക്രീപ്പറിനെ കണ്ടോ? ആ വള്ളിച്ചെടിയെ കണ്ടോ? ഹി സെഡ് ടു ദം, അവരോട് പറഞ്ഞു. ലെറ്റ് അസ് ഡിസ്ട്രോയ് ഇറ്റ്, നമുക്കതിനെ ഡിസ്ട്രോയ് ചെയ്യണം. ലെറ്റ് അസ് റൂട്ട് ഔട്ട് ഇറ്റ്, അതിനെ നമുക്ക് പിഴുത് കളയണം, നശിപ്പിച്ച് കളയണം. വൈ മസ്റ്റ് ബി ഡിസ്ട്രോയ് ഇറ്റ്? എന്തിനാണ് നമ്മളതിനെ നശിപ്പിക്കുന്നത്? ആസ് ദ ഗീസ് ഇൻ സർപ്രൈസ്, എല്ലാ അരയന്നങ്ങളും ചോദിച്ചു, എന്തിനാണ് അതിനെ നമ്മൾ നശിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് സോ സ്മോൾ, അത് വളരെ ചെറുതല്ലേ. വാട്ട് ഹാം ക്യാൻ ഇറ്റ് ഡു? അതിനെന്ത് ദ്രോഹം ചെയ്യാൻ കഴിയും? ഹാം മീൻസ് ഉപദ്രവം, അതെന്തല്ല ദ്രോഹം. അതിന് എന്ത് ഉപദ്രവം നമ്മളോട് ചെയ്യാൻ കഴിയും? മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളെ, റിപ്ലൈഡ് ദ വൈസ് ഓൾഡ് ബേർഡ് പറഞ്ഞു, ദാറ്റ് ഡെറ്റി ക്രീപ്പർ വിൽ സൂൺ ഗ്രോ. ആ ചെറിയ ഇഴവള്ളിയില്ലേ, ആ ചെറിയ വള്ളിച്ചെടി, അത് പെട്ടെന്ന് വളരും. ആസ് ഇറ്റ് ക്രീപ്സ് അപ്സ് ദി ട്രീ, അതേ മരത്തിലോട്ട് ചുറ്റി പടർന്നു വരുമ്പം ഇറ്റ് വിൽ ബിക്കം തിക്ക് ആൻഡ് സ്ട്രോങ്, അത് നല്ല വണ്ണവും ആവും, അതുപോലെ നല്ല കരുത്തുമാവും. വാട്ട് ഓഫ് ദാറ്റ്? അതുകൊണ്ട് എന്താ? ആസ് ദ ഗീസ്, പിന്നെ അരയന്നങ്ങൾ ചോദിച്ചു, അതുകൊണ്ട് എന്താ? വാട്ട് ഹാം ക്യാൻ എ ക്രീപ്പർ ഡു അസ്? ഒരു വള്ളിച്ചെടി നമുക്ക് എന്ത് ഉപദ്രവം ചെയ്യാനാ? ഡോണ്ട് യു സീ, റിപ്ലൈഡ് ദ വൈൽഡ് ഗീസ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ക്രീപ്പർ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ക്രീപ്പർ, ആ ക്രീപ്പറിൻ്റെ, ആ വള്ളിച്ചെടിയുടെ സഹായത്തോടെ ഇറ്റ് വിൽ ബി പോസിബിൾ ഫോർ സമ്മൺ ടു ക്ലൈം ദിസ് ട്രീ, ആർക്കെങ്കിലും ഇവിടെ കയറി വരാൻ പറ്റും മരത്തിൽ. ഇറ്റ് വിൽ ബി പോസിബിൾ ഫോർ സമ്മൺ ടു ക്ലൈം ദിസ് ട്രീ, ഈ മരത്തിലോട്ട് പിടിച്ചു കയറാൻ പറ്റുമോ അവർക്ക്?
ആർക്കാ? ഒരു വേട്ടക്കാരനൊക്കെ. എ ഹണ്ടർ ക്യാൻ കം അപ്പ്, ഒരു വേട്ടക്കാരൻ ഈ മുകളിൽ കയറി വരാൻ പറ്റും. ആൻഡ് കിൽ ദ സോൾ, എന്നിട്ട് നമ്മളെല്ലാം കൊല്ലാൻ സാധിക്കുമെന്ന് പറഞ്ഞു. വെൽ ദർ ഈസ് നോ ഹറി, ശരി, വലിയ തിരക്കൊന്നുമില്ല, അതിന് വലിയ തിരക്ക് കൂടേണ്ട കാര്യമില്ല. ദ റിപ്ലൈഡ്, അവർ മറുപടി പറഞ്ഞു. ദ ക്രീപ്പർ ഈസ് വെരി സ്മോൾ, ഈ വള്ളിച്ചിരി വളരെ ചെറുതാണ്. ഇറ്റ് വുഡ് ബി എ പിറ്റി ടു ഡിസ്ട്രോയ് ഇറ്റ് നൗ, ഇപ്പം അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഹൃദയഭേദകമാണ്, പിറ്റിയാണ്. ഇറ്റ് ഈസ് എ പിറ്റി ടു ഡിസ്ട്രോയ് ഇറ്റ് നൗ, ഇപ്പം അതിനെ നശിപ്പിക്കണ്ട എന്നുള്ള രീതിയിലാണ് അവരെത്തിച്ചേർന്നത്. ഡിസ്ട്രോയ് ദ ക്രീപ്പർ വൈൽ ഇറ്റ് ഈസ് സ്റ്റിൽ യങ്, അപ്പോൾ ചെറുതായിരിക്കുമ്പോഴേ ഡിസ്ട്രോയ് ദ ക്രീപ്പർ വൈൽ ഇറ്റ് ഈസ് സ്റ്റിൽ യങ്, ഇപ്പോൾ ചെറുതായിരിക്കുമ്പോഴേ അതിനങ്ങ് നശിപ്പിക്കാം. ദ ഓൾഡ് ബേർഡ് അഡ്വൈസ്ഡ്, ഓൾഡ് ബേർഡ് പറഞ്ഞു. നൗ ഇറ്റ് ഈസ് ടെൻഡർ ആൻഡ് യു ക്യാൻ കട്ട് ഇറ്റ് ഈസിലി, ഇപ്പോൾ അത് വളരെ മൃദുവാണ്, നിങ്ങൾക്കതിനെ കുത്തിയൊക്കെ മുറിക്കാൻ കഴിയും. ലേറ്റർ ഇറ്റ് വിൽ ബിക്കം ഹാർഡ്, പിന്നീട് അത് വളരെ കട്ടിയുള്ളതാകും. ആൻഡ് യു വിൽ നോട്ട് ബി ഏബിൾ ടു കട്ട് ഇറ്റ്, നിങ്ങൾക്കതിനെ മുറിക്കുവാൻ സാധിക്കില്ല. വി വിൽ സീ, നമുക്കൊന്ന് നോക്കാം. വി വിൽ സീ എന്ന് പറഞ്ഞു. വി വിൽ സീ ആൻഡ് സെഡ് ദ ബേർഡ്സ്, ഒരു ഞാട്ടെ നമുക്കൊന്ന് കാണാം. ബട്ട് ദേ ഡിഡ് നോട്ട് ഡിസ്ട്രോയ് ദ ക്രീപ്പർ, പക്ഷേ അവർ ആ ക്രീപ്പറിനെ നശിപ്പിച്ചില്ല. ദേ ഫർഗോട്ട് ദ വൈസ് ഓൾഡ് ബേർഡ്സ് അഡ്വൈസ്, അവർക്ക് ആ വയസ്സായിരിക്കുന്ന ഓൾഡ് ബേർഡിൻ്റെ, ആ പ്രായം ചെന്ന വൃദ്ധനായ പക്ഷിയുടെ ഉപദേശം മറന്നുപോയി. ദേ ഫർഗോട്ട് ഇറ്റ്. ആസ് എ ക്രീപ്പർ ഗ്രൂ, ആ വള്ളിച്ചെടി വളർന്നു. ഇറ്റ് ബിഗാൻ വൈൻഡിങ് അപ്പ് ഇറ്റ്സ് വേ അപ്പ് ദ ട്രീ, അത് മരത്തിലോട്ട് പിടിച്ച് കയറാൻ തുടങ്ങി. സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ഇറ്റ് ബിക്കെയിം, അത് നല്ല കട്ടിയുള്ളതായി തീർന്നു, വളരെ ശക്തനായി തീർന്നു. അണ്ടിൽ ഇറ്റ് വാസ് ആസ് സ്ട്രോങ് ആസ് എ തിക്ക് റോപ്പ്, അത് വലിയ വടം പോലെ ശക്തിയുള്ള ഒരു കയറ് പോലെ ആയിത്തീർന്നു അല്ലേ. ഇറ്റ് ബിക്കെയിം സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ അണ്ടിൽ ഇറ്റ് വാസ് ആസ് സ്ട്രോങ് ആസ് എ തിക്ക് റോപ്പ്, ഒരു കട്ടിയുള്ള കയറ് പോലെയായി അല്ലെങ്കിൽ ഒരു വടം പോലെയായി. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, വെൻ ദ ഗീസ് ഹാഡ് ഗോൺ ഔട്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്സ്, ഈ അരണ്യങ്ങളൊക്കെ ഫുഡ് തിരക്കിപ്പോയ സമയത്ത് എ ഹണ്ടർ കെയിം ടു ദ ഫോറസ്റ്റ്, ഒരു വേട്ടക്കാരൻ വനത്തിൽ വന്നു. സോ ദിസ് ഈസ് വാർ ദ വൈൽഡ് ഗീസ് ലീവ്. ഹീ സെറ്റ് ഹിംസെൽഫ്, അയാൾ ആ മരത്തിൻ്റെ ചൂട്ടിൽ ചെന്നു. അപ്പോൾ പറഞ്ഞു, ആ ഇവിടെയാണല്ലേ ആ അരണ്യങ്ങളൊക്കെ താമസിക്കുന്നത്. ഹീ സെറ്റ് ഹിംസെൽഫ്, അയാൾ സ്വയം പറഞ്ഞു. വെൻ ദേ കം ബാക്ക് ഇൻ ദി ഈവനിങ്, അവർ വൈകുന്നേരം വരട്ടെ, വരുമ്പോൾ ഐ ഷാൽ ക്യാച്ച് ദം, ഞാൻ അവരെ പിടിക്കും. ദ ഹണ്ടർ ക്ലൈംഡ് അപ്പ് ദ ട്രീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ക്രീപ്പർ, ആ ക്രീപ്പറിൻ്റെ സഹായത്തോടെ അയാൾ ആ മരത്തിൽ കയറി. ഹി ഗോട്ട് ദ ടോപ്പ് ആൻഡ് എന്ത് ചെയ്തു? ഹി ഗോട്ട് ടു ദ ടോപ്പ്, അയാൾ അതിൻ്റെ കുടുന്നെ കയറി. ആൻഡ് സ്പ്രെഡ് ഹിസ് നെറ്റ് ഡയർ, അവിടെ അയാളുടെ വല വിരിച്ചു. ദെൻ ഹീ ക്ലൈംഡ് ഡൗൺ, പിന്നെ അയാൾ താഴേക്ക് ഇറങ്ങി. ആൻഡ് വെൻ്റ് അവേ, എന്നിട്ടങ്ങ് പോയി. ഇൻ ദ ഈവനിങ്, വൈകുന്നേരം, ദ ഗീസ് റിട്ടേൺഡ് ഹോം, വാർത്തകളെല്ലാം തിരിച്ചു വന്നു, അരണ്യങ്ങളെല്ലാം തിരിച്ചു വന്നു. ദ ഡിഡ് നോട്ട് നോട്ടീസ് ദ നെറ്റ്, അവർ ആ നെറ്റ് ഒന്നും ശ്രദ്ധിച്ചില്ല. ആസ് ദേ ഫ്ലൂ ഇൻ ടു ദ ട്രീ, അവർ മരത്തിലേക്ക് വന്ന് പറന്നിറങ്ങിയപ്പോഴോ ദേ വർ ട്രാപ്ഡ്, അവരങ്ങ് അകപ്പെട്ടു. ദേ സ്ട്രഗിൾഡ് ഹാർഡ് ടു ഗെറ്റ് ഔട്ട്, അവർ ഒത്തിരി പ്രയത്നിച്ചു ടു ഗെറ്റ് ഔട്ട്, അതിൽ നിന്ന് വലയിൽ നിന്ന് പുറത്തു കിടക്കാൻ. ബട്ട് കുഡ് നോട്ട്, എന്നാൽ അവർക്ക് സാധിച്ചില്ല. ഹെൽപ്പ് ഹെൽപ്പ് ക്രൈഡ് ദ ഗീസ്, ഗീസ് കരഞ്ഞു, സഹായിക്കാൻ വിളിച്ചു ഇല്ലേ. വി ആർ കോട്ട് ഇൻ ദ ഹണ്ടേഴ്സ് നെറ്റ്, നമ്മൾ നെറ്റ് ഹണ്ടറിൻ്റെ വലയിൽ അകപ്പെട്ടിരിക്കുന്നു, വേട്ടക്കാരൻ്റെ വലയിൽ അകപ്പെട്ടിരിക്കുന്നു. ഓ വാട്ട് ഷാൽ വി ഡു, നമ്മൾ എന്തു ചെയ്യും? ഡോണ്ട് മേക്ക് എ ഫസ്റ്റ് നൗ, ഇനിയിപ്പോൾ ബഹളം ഉണ്ടാക്കണ്ട. സെഡ് ദ വൈസ് ഓൾഡ് ബേർഡ് പറഞ്ഞു. ഡോണ്ട് മേക്ക് എ ഫസ്റ്റ് നൗ, ഇനിയിപ്പോൾ ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. ലോങ് അഗോ ഐ ടോൾഡ് യു ടു ഡിസ്ട്രോയ് ദ ക്രീപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങളോട് ആ ക്രീപ്പർ ഒന്ന് നശിപ്പിക്കാൻ. ബട്ട് യു ഡിഡ് നോട്ട്, പക്ഷേ നിങ്ങൾ അത് ചെയ്തില്ല. നൗ സീ വാട്ട് ഹാസ് ഹാപ്പൻ, നോക്കി ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന്. ടുമോറോ മോർണിംഗ്, നാളെ രാവിലെ, ഹണ്ടർ വിൽ കം ബാക്ക്, വേട്ടക്കാരൻ തിരികെ വരും. ആൻഡ് കിൽ അസ് ഓൾ, എന്നിട്ട് നമ്മളെല്ലാവരെയും കൊന്നുകളയും. വി ആർ ഫൂളിഷ് വെബ് ദ ബേർഡ്സ് പറഞ്ഞു, നമ്മൾ ഇത്ര മടയന്മാരായി പോയല്ലോ എന്ന് പറഞ്ഞു. വി ആർ വെരി സോറി വി ഡിഡ് നോട്ട് ലിസൺ ടു യു, അങ്ങ് പറഞ്ഞത് കേൾക്കാഞ്ഞാൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പ്ലീസ് ടെൽ us വാട്ട് ടു ഡു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുക.
ദെൻ ലിസൺ കെയർഫുള്ളി, എന്നാൽ നിങ്ങൾ കേട്ടോളൂ എന്ന് പറഞ്ഞു. ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ. റിപ്ലൈഡ് ദ വൈസ് ഓൾഡ് ബേർഡ്. വൈസ് ഓൾഡ് ബേർഡ് മറുപടി പറഞ്ഞു. വെൻ ദ ഹണ്ടർ കംസ് യു, വേട്ടക്കാരൻ വരുമ്പോഴേ, യു മസ്റ്റ് ഓൾ പ്രിറ്റൻഡ് ടു ബി ഡെഡ്. നിങ്ങളെല്ലാവരും മരിച്ചതുപോലെ ഭാവിക്കണം. പ്രിറ്റൻഡ് മീൻസ് ഭാവിക്കുക. യു മസ്റ്റ് ഓൾ പ്രിറ്റൻഡ് ടു ബി ഡെഡ്. നിങ്ങളെല്ലാവരും മരിച്ചതുപോലെ ഭാവിക്കണം. ജസ്റ്റ് ലൈ സ്റ്റിൽ, വെറുതെ അനങ്ങാതെ കിടന്നാൽ മതി. ദ ഹണ്ടർ വിൽ നോട്ട് വോണ്ട് ഡെഡ് ബേർഡ്സ്. വേട്ടക്കാരന് ചത്ത പക്ഷികളെ വേണ്ട. അവർക്ക് ചത്ത പക്ഷികളെ വേണമെന്നില്ല. ഹി വിൽ ത്രോ അസ് ടു ദി ഗ്രൗണ്ട്. അയാൾ എന്ത് ചെയ്യും? നമ്മളെ ഗ്രൗണ്ടിലേക്ക് താഴേക്കിടും അല്ലേ? ഹി വിൽ ത്രോ അസ് ടു ദി ഗ്രൗണ്ട്. അയാൾ നമ്മളെ താഴേക്കിടും. ഇറ്റ് വിൽ ദെൻ ബി ഈസി ഫോർ ഹിം ടു ക്ലൈം ഡൗൺ. അപ്പോൾ പിന്നെ അയാൾക്ക് എളുപ്പമാണ് താഴേക്ക് ഇറങ്ങി വരാൻ. അയാളെ നമ്മൾ ഓരോരുത്തർ താഴേക്ക് ഇട്ടേച്ച് സാവധാനം ഇറങ്ങി വരും. കളക്ട് ദ ഡെഡ് ബേർഡ്സ്. എന്നിട്ട് ഈ ചത്ത പക്ഷികളൊക്കെ എടുക്കും. ആൻഡ് ടേക്ക് ദം ഹോം വെൻ ദ ലാസ്റ്റ് ഓഫ് അസ് ഹാസ് ബീൻ ത്രോൺ ഡൗൺ. അവസാനത്തെ ആളെ താഴേക്ക് എറിഞ്ഞ് കളയുമ്പോൾ വി മസ്റ്റ് ക്വിക്ക്ലി ഗെറ്റ് അപ്പ്. നമ്മൾ വേഗം ചാടി എഴുന്നേക്കും. ആൻഡ് ഫ്ലൈ അവേ, എന്നിട്ട് പറന്നു പോകും. ഇൻ ദ മോർണിംഗ്, രാവിലെ, ദ ഹണ്ടർ കെയിം ടു ദ ട്രീ ആൻഡ് ക്ലൈംഡ് അപ്പ്. വേട്ടക്കാരൻ മരത്തിൻ്റെ അടുക്ക വന്നു. അത് മരത്തേക്ക് കയറി. ഹി ലുക്ക്ഡ് അറ്റ് ദ ഗീസ് ഇൻ ദ നെറ്റ്. നെറ്റിലുണ്ടായിരുന്ന എല്ലാ അരയന്യങ്ങളെയും നോക്കി. ദേ ആർ ഓൾ ഡെഡ് മട്ടേർഡ് ടു ഹിംസെൽഫ്. ദേ ആർ ഓൾ ഡെഡ്. അതെല്ലാം ചത്തല്ലോ. ഹീ മട്ടേർഡ് ടു ഹിംസെൽഫ്. ഹീ മർമേർഡ് ടു ഹിംസെൽഫ്. അയാൾ സ്വയം പറഞ്ഞു. ഹീ ത്രൂ ദം ഔട്ട് ഓഫ് ദ നെറ്റ് വൺ ബൈ വൺ. ഓരോന്ന് വിധം അയാളതെടുത്ത് പുറത്തേക്കിട്ടു. The birds lay still until the last one had been thrown down. പക്ഷികളെല്ലാവരും അനങ്ങാതെ കിടന്നു, അവസാനത്തെ എണ്ണത്തെ താഴേക്ക് ഇടുന്നത് വരെ. Then all at once, പിന്നെ എല്ലാവരും പെട്ടെന്ന് they got up, അവർ എഴുന്നേറ്റു. Flapped their wings, ചിറകടിച്ചു. And flew away, എന്നിട്ട് പറന്നുപോയി. The hunter was taken by surprise. വേട്ടക്കാരൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. From the top of the tree he watched all the geese fly away. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ, മരത്തിൻ്റെ മുകളിൽ നിന്ന്, ഹീ വാച്ച്, അയാൾ ശ്രദ്ധിച്ചു, ഓൾ ദ ഗീസ് ഫ്ലൈ അവേ, എല്ലാ വാർത്തകളും പറന്നു പോയിരുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.